മറ്റൊരു വിൻഡോയിൽ അനന്ത ഒരു നിമിഷം അനന്തനൊപ്പം മറ്റൊരു വിൻഡോ കൂടി നമ്മൾ കാണിക്കുന്നത്. ആ വിൻഡോ എന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെതാണ്. മുൻ CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനാണ്. ഇപ്പോഴത്തെ MLA കടകംപള്ളി സുരേന്ദ്രൻ്റെ ദൃശ്യമാണ് അത്. തത്സമയ ദൃശ്യമാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ഒരു അല്പം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ പ്രധാന മാധ്യമങ്ങൾക്ക് മുന്നിൽ, ഇപ്പോൾ പ്രാദേശികമായി ഓൺലൈൻ ചാനലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പത്രസമ്മേളനം എന്ന നിലയിലേക്ക് കടകംപള്ളി വരുന്നത് അല്പകാലത്തിന് ശേഷമാണ്. അതേസമയം നേരത്തെ സജീവമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്രതികരിച്ചിരുന്നതാണ്. ശബരിമല യുവതീ പ്രവേശന ഉത്തരവ് വരുന്ന കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു. ആ കാലത്തും അദ്ദേഹം കൃത്യമായി തന്നെ വിവരങ്ങൾ മാധ്യമങ്ങളുമായി സംസാരിച്ചു, നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ടേമിൽ MLA ആയതിനു ശേഷം, മന്ത്രിസ്ഥാനം കഴിഞ്ഞതിന് ശേഷം 2021 നിയമസഭാംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, MLA മാത്രമായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് പക്ഷേ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇപ്പോഴത്തെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും പേര് ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഇടയിലാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് വരാം. ആ ദൃശ്യം വന്നപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അനന്തൻ തുടരാം. ഇപ്പോൾ പുറത്തു വന്ന ഈ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ സംബന്ധിച്ചുള്ള വാർത്തയ്ക്കുള്ള വിശദീകരണം നൽകാനാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. MLA ഹോസ്റ്റലിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനകം അത് സംബന്ധിച്ചുള്ള വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധവും CPM നേതാക്കൾക്കുള്ള ബന്ധം അത് നേരെ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഒക്കെ ആയിട്ട് വഴിമാറ്റി അതിനെ രാഷ്ട്രീയമായി മറ്റൊരു വഴിക്ക് വിടാനുള്ള ഇടതുമുന്നണിയുടെ നീക്കത്തിന് കൂടി ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു പോറ്റിക്ക് എന്നുള്ള പോറ്റിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ തന്നെ പുറത്തു വരുമ്പോൾ, അതിനൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കെ പോറ്റിയുടെ വീട്ടിൽ 2 തവണ സന്ദർശനം നടത്തിയെന്ന് പറയുമ്പോൾ അടുത്ത ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയെടുക്കാൻ കടകംപള്ളി പോകുന്നത് അതീവ രഹസ്യമായിട്ടായിരുന്നു.